ചൈനയുടെ ഒരു പുതിയ ഹൈപ്പർസോണിക് എയർ ടു എയർ മിസൈൽ. ഇത് ഈ ലോകത്തിന്റെ എയർ ടു എയർ കില്ലെന്ന ആശയത്തെ തന്നെ മാറ്റി എഴുതുന്ന തരത്തിൽ ഒരു വലിയ ആശ്ചര്യം തന്നെ സൃഷ്ടിച്ചിട്ടുണ്ട്. ഇന്നുവരെയും ലോകത്തിലുള്ള നൂതനമായ ബിയോണ്ട് വിഷ്വൽ റേഞ്ച് മിസൈൽസ് അല്ലെങ്കിൽ ഈ എയർ ടു എയർ മിസൈൽസിന്റെ എല്ലാം മാക്സിമം ദൂരം അല്ലെങ്കിൽ അവയ്ക്ക് എത്ര ദൂരം ചെന്ന് ആക്രമിക്കാൻ കഴിയുമെന്ന് ചോദിച്ചാൽ 400 കിലോമീറ്റർ ആണ്. എന്നാൽ ചൈനയുടെ ക്ലെയിം അനുസരിച്ച് നോക്കിയാൽ ഇവരുടെ ഈ ഒരു മിസൈൽ ചെന്ന് ആക്രമിക്കുന്ന ദൂരം എന്നത് 1000 കിലോമീറ്ററിലും അധികമാണ്. അപ്പോൾ പ്രാക്ടിക്കലി നോക്കിയാൽ ഇവർ നൽകിയിരിക്കുന്ന ഈ ഒരു ക്ലെയിം സത്യമാണെങ്കിൽ ലോകത്തിലെ ഏത് വിമാനമായിക്കോട്ടെ അവയെ ഈ ഒരു മിസൈലിനെ കൊണ്ട് വെടിവെച്ച് വീഴ്ത്താൻ സാധിക്കും. അത് B-21 റൈഡർ 6th ജനറേഷൻ എയർക്രാഫ്റ്റ് ആയിരുന്നാൽ പോലും ഇതിൻ്റെ റേഞ്ച് വെച്ച് തീർച്ചയായും ഇത് പോസിബിളായ കാര്യമാണ്. ഈ ഒരു മിസൈലിനെ കുറിച്ചാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ വിശദമായി അറിയാൻ പോകുന്നത്. എയർ ടു എയർ മിസൈൽ സാങ്കേതിക വിദ്യ ഇതെന്താണെന്ന് ചോദിച്ചാൽ, ആകാശത്തിൽ പറന്നുകൊണ്ടിരിക്കുന്ന വിമാനങ്ങളിൽ നിന്നും ശത്രു രാജ്യത്തിൻ്റെ വിമാനങ്ങൾക്കെതിരെ അല്ലെങ്കിൽ ആകാശത്തിൽ പറന്നുകൊണ്ടിരിക്കുന്ന ശത്രുക്കളുടെ ഏത് ലക്ഷ്യത്തിനെതിരെയും മിസൈൽസ് ഫയർ ചെയ്ത് അവയെ നശിപ്പിക്കുന്ന ഈ ഒരു മിസൈൽസിനെയാണ് എയർ ടു എയർ മിസൈൽസ് എന്ന് പറയുന്നത്. വിമാനത്തിൽ നിന്നും അയക്കുകയും ആകാശത്തിലുള്ള ലക്ഷ്യങ്ങളെ നശിപ്പിക്കുന്ന ഒരു ആശയം. ഈ എയർ ടു എയർ മിസൈൽ സാങ്കേതിക വിദ്യ 1955 ശേഷമാണ് ഈ ലോകത്തിൽ തന്നെ വന്നത്. രണ്ടാം ലോക മഹായുദ്ധ സമയത്ത് ഈ യുദ്ധവിമാനങ്ങളുടെ ഉപയോഗം വളരെ കൂടുതലാണെങ്കിൽ പോലും അപ്പോൾ ഇവയെ ബോംബുകൾ ഇടാൻ വേണ്ടിയാണ് കൂടുതലായി ഉപയോഗിച്ചത്. ആകാശത്തിൽ നിന്നും ചെറിയ ചെറിയ ബോംബുകൾ ഡ്രോപ്പ് ചെയ്യുക, ശത്രുക്കളുടെ സ്റ്റേഷൻസിനെ ആക്രമിക്കുക, ഇതിനു വേണ്ടിയൊക്കെയായിരുന്നു ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. ഇനി ആ വിമാനങ്ങളെ വെടിവെച്ച് വീഴ്ത്തുന്ന സാങ്കേതിക വിദ്യ നോക്കിയാൽ താഴെയുള്ള ആന്റി എയർക്രാഫ്റ്റ് ഡിവൈസസ് വഴിയാണ് ചെയ്തത്. ചെറിയ ചെറിയ മിസൈൽസ്, ആന്റി എയർക്രാഫ്റ്റ് ഗൺസ്, ഈ വിമാനങ്ങൾക്കെതിരെയുള്ള തോക്കുകളൊക്കെ ഉപയോഗിച്ചാണ് ഈ വിമാനങ്ങളെ വെടിവെച്ച് വീഴ്ത്തിക്കൊണ്ടിരുന്നത്. എയർ ടു എയർ മിസൈൽ എന്നൊരു ആശയം പോലും ആ സമയം ഇല്ലായിരുന്നു. എന്നാൽ 1956 അമേരിക്ക ഒരു വിപ്ലവകരമായ മിസൈൽ സൃഷ്ടിച്ചു. എയർ ഇന്റർസെപ്റ്റർ മിസൈൽ, AIM-9 എന്ന് പറയും. ഇതാണ് ലോകത്തിലെ ആദ്യത്തെ എയർ ടു എയർ മിസൈൽ കാറ്റഗറിയിൽ വന്നത്. അടുത്ത വർഷം തന്നെ 1957 തന്നെ സോവിയറ്റ് യൂണിയനും K സീരീസിലുള്ള ഒരു മിസൈൽ നിർമ്മിച്ച് അമേരിക്കയുടെ മിസൈലിന് നേരെ ഒരു മത്സരാർത്ഥിയായി മാറ്റാമെന്ന് വിചാരിച്ചു. പക്ഷേ ഇവ രണ്ടിനും ചില ഗുണങ്ങളും ദോഷങ്ങളും ഉണ്ടായിരുന്നു. അമേരിക്കയുടെ AIM സീരീസിലുള്ള മിസൈൽസിനെ നോക്കിയാൽ അത് ഇൻഫ്രാറെഡ് ടാർഗറ്റിംഗ് സിസ്റ്റമാണ്. റെഡ് കോർ അതിൽ യൂസ് ചെയ്തിട്ടുള്ളത് കൊണ്ട് തന്നെ ശത്രുക്കളുടെ എയർക്രാഫ്റ്റിന്റെ എൻജിൻ എക്സോസ്റ്റ് ഇൻപുട്ടായി എടുക്കുകയും അതിൽ ചെന്ന് സ്ട്രൈക്ക് ചെയ്യുകയും ചെയ്യും. എന്നാൽ മഴ സമയത്ത്, കാലാവസ്ഥ വളരെ മോശമായ സമയങ്ങളിലൊക്കെ ഈ ഒരു മിസൈൽ കൃത്യമായി പ്രവർത്തിക്കില്ല. മാത്രവുമല്ല, ഏത് സമയവും ഈ ഒരു മിസൈൽ ടാർഗറ്റ് ലോക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ശത്രുക്കളുടെ എയർക്രാഫ്റ്റിന് പുറകിലൂടെ പറക്കേണ്ട ഒരു അവസ്ഥ. എന്നാൽ റഷ്യ നിർമ്മിച്ച ഈ ഒരു മിസൈൽ എന്നത് സെമി റഡാർ ഹോമിംഗ് ഡിവൈസ് ഉള്ളതാണ്. ആക്റ്റീവ് റഡാർ ഹോമിംഗ്, ഈ പ്രത്യേക റഡാർ ഇല്ലെങ്കിൽ പോലും ഈ വിമാനത്തിന്റെ റഡാറിന്റെ സഹായത്തോടു കൂടി ഇതിൽ നിന്നും പോകുന്ന റഡാർ വേവ്സ് ആ ലക്ഷ്യത്തിൽ ചെന്ന് പതിച്ച് അതിൽ നിന്നും തിരികെ ലഭിക്കുന്ന വേവ്സ് വെച്ച് ടാർഗറ്റിനെ നോക്കി ഇത് പ്രൊപ്പലായി പോകും. എന്നാൽ ഇതിലുള്ള ഒരു മേജറായ ദോഷം എന്താണെന്ന് ചോദിച്ചാൽ, ഏത് സമയവും ആ മിസൈൽ ടാർഗറ്റ് ലോക്കിന് വേണ്ടി ഈ മദർ എയർക്രാഫ്റ്റ്, അതായത് ലോഞ്ച് എയർക്രാഫ്റ്റിനെ തന്നെ ഡിപ്പെൻഡ് ചെയ്യേണ്ട ഒരു സാഹചര്യത്തിൽ വരും. അപ്പോൾ ഈ രണ്ട് മിസൈലിനും നേട്ടവും ദോഷവും ഉണ്ടായിരുന്നു. എന്നാൽ അപ്പോഴത്തേക്ക് ടോപ്പ് മാച്ച് ആയിരുന്നത് അമേരിക്കയുടെ AIM സീരീസിലുള്ള മിസൈൽസ് ആയിരുന്നു. എന്നാൽ അത്തരമൊരു മിസൈൽ പോലും വളരെ എളുപ്പത്തിൽ സോവിയറ്റിന്റെ കൈകളിൽ ലഭിച്ചു. 1958 സെക്കൻഡ് തൈവാൻ ക്രൈസിസ് ഉണ്ടായി. ആ സമയം തായ്വാനെതിരെ ചൈനയുടെ മിഗ് സീരീസ് വിമാനങ്ങൾ പലതരത്തിലുള്ള ബോംബിംഗ് ക്യാമ്പയിനിൽ ഏർപ്പെട്ടു. ആ സമയം തായ്വാൻ അയച്ച ഒരു AIM മിസൈൽ 3 മിഗ് വിമാനങ്ങളെ വീഴ്ത്തി. ഒരു മിസൈൽ നേരിട്ട് ചെന്ന് ആ മിഗ് വിമാനത്തിന്റെ ഫ്യൂസലേജ് സ്റ്റേജിൽ ചെന്ന് ഇടിച്ച് അങ്ങനെ തന്നെ സ്റ്റക്കായിരുന്നു. അത് പൊട്ടിത്തെറിച്ചില്ല. ഇതുടൻ തന്നെ ചൈനയിലുള്ളവർ റഷ്യയിലേക്ക് അയച്ചു. റഷ്യ അത് സ്റ്റഡി ചെയ്ത് അതിനുശേഷം വിംബിൾ മിസൈൽ അവിടെ കണ്ടെത്തുന്നു. അപ്പോൾ ഈ എയർ ടു എയർ മിസൈൽ എന്നത് ഇങ്ങനെയാണ് ഇവോൾവ് ആയത്. ഇന്നുള്ളതിൽ വളരെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള മിസൈൽ നോക്കിയാൽ യൂറോപ്യൻ കോണ്ടിനെന്റിൽ മീറ്റോർ മിസൈൽ, റഷ്യയ്ക്ക് R-37, R-73, അമേരിക്കയ്ക്ക് AIM സീരീസിലുള്ള മിസൈൽസ്, ഇങ്ങനെ അതിനവീന മിസൈൽസ് എല്ലാം ഉണ്ട്. ചൈനയുടെ പക്കലുള്ളതിൽ അഡ്വാൻസ്ഡ് മിസൈൽ നോക്കിയാൽ ബിയോണ്ട് വിഷ്വൽ റേഞ്ചിൽ സ്റ്റാർട്ടിംഗ് സീരീസിൽ PL-15 ആണുള്ളത്. ഇതിനുശേഷം ഇതിന്റെ വളരെ ലോങ് റേഞ്ച് വേരിയന്റ് ആയിട്ടുള്ള PL-70. ഇവയ്ക്കെല്ലാം മാക്സിമം റേഞ്ച് എന്നത് 200-300 കിലോമീറ്റർ ആണ്. അതും PL-15Eയുടെ എക്സ്പോർട്ട് വേരിയന്റ് റേഞ്ച് എന്നത് 200 കിലോമീറ്റർ ആണ്. അങ്ങനെ നോക്കിയാൽ എയർ ടു എയർ മിസൈൽസിന്റെ ഇവോൾവേഷൻ എന്നത് ഇപ്പോൾ വളരെ പ്രധാനപ്പെട്ട ഘട്ടത്തിലേക്ക് എത്തിയിട്ടുണ്ട്. ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം, റഷ്യ ഉക്രൈൻ യുദ്ധത്തിലൊക്കെ ഇതിന്റെ ഉപയോഗം വളരെ കൂടുതലായിരുന്നു. റഷ്യ ഉക്രൈൻ യുദ്ധത്തിൽ ഒരു R-37 മിസൈൽ 220 കിലോമീറ്റർ കടന്നു ചെന്ന് ഉക്രൈന്റെ MiG-21 വിമാനത്തെ വെടിവെച്ച് വീഴ്ത്തിയത് വളരെ ലോങ്ങസ്റ്റ് റേഞ്ച് എയർ ടു എയർ കില്ലായി രജിസ്റ്ററായി. അതും ബിയോണ്ട് വിഷ്വൽ റേഞ്ച് കില്ലിൽ ഇതങ്ങനെ രജിസ്റ്ററായി. അപ്പോൾ ഈ കാറ്റഗറിയിൽ നോക്കിയാൽ
3 രാജ്യങ്ങളുടെ പക്കലുള്ള മിസൈൽസും 400 കിലോമീറ്ററാണുള്ളത്. ഒന്നാമത്തേത് അമേരിക്കയുടെ AIM-174B, ചൈനയുടെ പക്കലുള്ള PL-17, റഷ്യയുടെ R-37, KS-172 ഇവയെല്ലാം 400 കിലോമീറ്റർ ആണ്. ഇതാണ് ലോകത്തിലെ ടോപ്പ് ബിയോണ്ട് വിഷ്വൽ റേഞ്ച് മിസൈൽസ്. എന്നാൽ 1000 കിലോമീറ്റർ റേഞ്ചുള്ള ഒരു മിസൈൽ കണ്ടെത്താനുള്ള ആവശ്യകത എന്താണ്? 400 കിലോമീറ്റർ ഉള്ളപ്പോൾ തന്നെ അത്ര പെട്ടെന്ന് ശത്രുക്കളുടെ എയർക്രാഫ്റ്റിനെ കൊണ്ട് രക്ഷപ്പെടാൻ സാധിക്കില്ല. അപ്പോൾ പിന്നെ 1000 കിലോമീറ്ററുള്ള മിസൈലുകൾ ഇവിടെ ചൈന സൃഷ്ടിക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം റീഫ്യൂലർ ടാങ്ക്സിനെ ന്യൂട്രലൈസ് ചെയ്യുന്നതിനും ബോംബർ ഫ്ലീറ്റ് തങ്ങളുടെ എയർ സ്പേസിനുള്ളിൽ ഒരിക്കലും നുഴയാൻ പാടില്ല. ആ ഒരു കോൺസെപ്റ്റിന് വേണ്ടി മാത്രമാണ് ഇങ്ങനൊരു മിസൈൽ സൃഷ്ടിച്ചിരിക്കുന്നത്. ഇപ്പോൾ എയർ ടു എയർ ഫൈറ്റിനെ സംബന്ധിച്ചിടത്തോളം വിഷ്വൽ റേഞ്ചിൽ ഡോഗ് ഫൈറ്റും ബിയോണ്ട് വിഷ്വൽ റേഞ്ചിൽ ഈ BVR മിസൈൽസിന്റെ പങ്ക് വളരെ അധികമാണ്. ഡോഗ് ഫൈറ്റിനെ സംബന്ധിച്ചിടത്തോളം ഈ സ്റ്റെൽത്ത് സാങ്കേതിക വിദ്യ വളർന്നു വരുംതോറും ഡോഗ് ഫൈറ്റിന്റെ ആവശ്യം വരികയില്ല. കാരണം പ്രീവിയസ് ജനറേഷൻ, 4th ജനറേഷൻ, 4.5 ജനറേഷൻ വരെയും ശത്രുക്കളുടെ എയർക്രാഫ്റ്റ് തൊട്ടടുത്ത് ചെന്ന് മിസൈൽ ലോഞ്ച് ചെയ്യുക, അല്ലെങ്കിൽ ഒന്നോടൊന്ന് കൂട്ടിമുട്ടി പൊട്ടിത്തെറിക്കുക, ഇങ്ങനെ വിഷ്വലി കാണാവുന്ന തരത്തിലായിരുന്നു യുദ്ധം എല്ലാം സംഭവിച്ചത്. എന്നാൽ സ്റ്റെൽത്ത് സാങ്കേതിക വിദ്യ അകത്തേക്ക് വന്ന അന്ന് മുതൽ ഈ എയർക്രാഫ്റ്റിന്റെ സ്റ്റെൽത്ത് പ്രൊഫൈൽ ഉപയോഗിച്ച് വളരെ ലോങ് റേഞ്ചിൽ നിന്നുകൊണ്ട് തന്നെ അഡ്വാൻസ്ഡ് മിസൈൽസ് ലോഞ്ച് ചെയ്യുമ്പോൾ BVR മിസൈൽസിന്റെ ആവശ്യകത വരുന്നുണ്ട്. ഇപ്പൊ ചൈനയെ സംബന്ധിച്ചിടത്തോളം എന്ന് വേണമെങ്കിലും അവർക്ക് അടുത്തൊരു യുദ്ധം തുടങ്ങേണ്ടി വരും. അത് തായ്വാനെ അടിസ്ഥാനമാക്കിയായിരിക്കാം, അല്ലെങ്കിൽ ഒരുപക്ഷെ നാളെ റഷ്യയുമായി തന്നെ ഒരു പ്രശ്നം വന്നാലും ശരി. അങ്ങനെ നോക്കിയാൽ ചൈന എല്ലാത്തിനും തയ്യാറായിരിക്കണം. അപ്പോൾ ചൈനയ്ക്കും റഷ്യയ്ക്കും ഇടയിൽ ഒരു യുദ്ധം വരികയാണെന്ന് ചിന്തിക്കുക. അപ്പോൾ തീർച്ചയായും അമേരിക്ക ഒരിക്കലും ചൈനയെ സപ്പോർട്ട് ചെയ്യില്ല. കാരണം ഇന്ന് റഷ്യയുള്ള ഈ ഒരു സാഹചര്യത്തിൽ അടുത്ത സൂപ്പർ പവർ ആകാനുള്ള എല്ലാ കഴിവുകളും ചൈനയ്ക്കാണുള്ളത്. അപ്പോൾ പിന്നെ സൂപ്പർ പവർ എന്ന സ്ഥാനം ഒരിക്കലും അമേരിക്ക അങ്ങനെ ചൈനയ്ക്ക് വിട്ടുകൊടുക്കാൻ ശ്രമിക്കുകയില്ല. റഷ്യയ്ക്ക് പ്രധാനപ്പെട്ട ഡാറ്റാസൊക്കെ നൽകി സഹായിക്കാനുള്ള സാധ്യതയുണ്ട്. ഇത് ചൈനയ്ക്ക് നന്നായി തന്നെ അറിയാം. അങ്ങനെയുള്ളപ്പോൾ ചൈനയുടെ അതിർത്തി വളരെ പടർന്ന് വിരിഞ്ഞതാണ്. റഷ്യയുടെ അതിർത്തി എത്രത്തോളം വലുതാണോ അത്രത്തോളം തന്നെ ചൈനയുടെ അതിർത്തിയുമുണ്ട്. അപ്പോൾ ഇവരെ ആദ്യം സ്ട്രൈക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ശത്രുക്കളുടെ റീഫ്യൂവലർ വിമാനങ്ങൾ വളരെ പ്രധാനപ്പെട്ട പങ്ക് വഹിക്കും. കാരണം റഷ്യയുടെ ബേസസിൽ നിന്നും തിരിക്കുന്ന വിമാനങ്ങളായിരുന്നാലും ഇനി നാളെ അമേരിക്കയ്ക്കും ചൈനയ്ക്കും ഇടയിൽ ഒരു പ്രശ്നം വന്ന് അമേരിക്കയുടെ ബേസസിൽ നിന്നും തിരിക്കുന്ന വിമാനങ്ങളായാലും അവയ്ക്കെല്ലാം റീഫ്യൂവലർ വിമാനങ്ങൾ ഇല്ലാതെ, ഏരിയൽ ടാങ്കേഴ്സ് ഇല്ലാതെ ചൈനയ്ക്കുള്ളിലേക്ക് നുഴയാൻ സാധിക്കില്ല. അല്ലെങ്കിൽ ഫൈറ്റർ ജെറ്റിനെ കൊണ്ടും അകത്തേക്ക് കയറാൻ കഴിയില്ല. അതുപോലെ അമേരിക്കയുടെ B-2 സ്പിരിറ്റ് ബോംബർ ആയിക്കോട്ടെ, അല്ലെങ്കിൽ അടുത്ത് വരാൻ പോകുന്ന B-21 റൈഡർ ആയിക്കോട്ടെ, ഇവയുടെ എല്ലാം റേഞ്ച് എന്നത് വളരെ ലിമിറ്റഡ് ആണ്. റീഫ്യൂവലിംഗ് കപ്പാസിറ്റി ഇല്ലാതെ ചൈനയെ അറ്റാക്ക് ചെയ്യാൻ ഫുൾ പേലോഡ് കൂടി അല്ലാതെ ഇവർക്ക് വരാൻ സാധിക്കില്ല. അങ്ങനെ നോക്കിയാൽ ഈ ബോംബറിൽ നിന്നും അയക്കുന്ന മിസൈൽ, ന്യൂക്ലിയർ മിസൈൽ ആയിക്കോട്ടെ, അല്ലെങ്കിൽ കൂടുതൽ നാശം വിതയ്ക്കാൻ കഴിവുള്ള ക്രൂയിസ് മിസൈൽ, എയർ ലോഞ്ച്ഡ് ബാലിസ്റ്റിക് മിസൈൽ ആയിരുന്നാലും ശരി, ഇവിടെ റേഞ്ച് എല്ലാം മാക്സിമം 500 മുതൽ 600 കിലോമീറ്റർ റേഞ്ച് ആണ്. ഈ മിസൈൽസ് ഇപ്പോഴും അമേരിക്കയുടെയും റഷ്യയുടെ പക്കലും ഉണ്ട്. അപ്പോൾ ഇതൊരു സേഫസ്റ്റ് സോണായി തോന്നാം. ഞാൻ ചൈനയുടെ അതിർത്തിക്ക് പുറത്ത് നിന്നല്ലേ മിസൈൽ ലോഞ്ച് ചെയ്യുന്നത്, എനിക്ക് പ്രശ്നങ്ങളൊന്നും വരില്ല, ഞാനിവിടെ സേഫ് ആണെന്നൊരു കോൺസെപ്റ്റ് ഉണ്ടാകാം. പക്ഷെ അതൊക്കെ ബ്രേക്ക് ചെയ്യുന്നൊരു മിസൈലാണിത്. ഈ 1000 കിലോമീറ്റർ റേഞ്ച് എന്നൊക്കെ പറയുമ്പോൾ ചൈനയ്ക്ക് അവരുടെ അതിർത്തിയും കടന്നു വന്ന് ശത്രുക്കളെ നശിപ്പിക്കണമെന്ന ആവശ്യമില്ല. ഇപ്പൊ ജപ്പാന്റെ കോസ്റ്റിൽ നിന്ന് തന്നെ അമേരിക്കയുടെ എയർക്രാഫ്റ്റ് ഒരു മിസൈൽ ലോഞ്ച് ചെയ്താൽ അതിനെ ചൈനയുടെ ബോർഡറിലുള്ള ഒരു വിമാനത്തെ കൊണ്ട് എയർ ടു എയർ മിസൈൽ ഉപയോഗിച്ച് നശിപ്പിക്കാൻ കഴിയും. ഇത്രത്തോളം ഹെവിയായ കോൺസെപ്റ്റിലാണ് ഈ ഒരു മിസൈൽ സൃഷ്ടിച്ചിരിക്കുന്നത്. മാത്രവുമല്ല, ഈ എസ്കേപ്പ് സോൺ എന്ന ഒരു കാര്യവും നോ എസ്കേപ്പ് സോൺ എന്നൊരു കാര്യവും ഉണ്ട് എയർ ടു എയർ മിസൈൽ ലോഞ്ചിന്റെ കാര്യത്തിൽ. എസ്കേപ്പ് സോൺ എന്നത് ഒരു 300 കിലോമീറ്റർ റേഞ്ചുള്ള ഒരു മിസൈൽ ഫയർ ചെയ്യുകയാണ്. നിങ്ങളുടെ വിമാനം ലോഞ്ച് പ്ലാറ്റ്ഫോമിൽ നിന്നും 200 കിലോമീറ്റർ മാറിയാണുള്ളത്. നിങ്ങളുടെ വിമാനത്തിന്റെ മാക്സിമം വേഗത എന്നത് ശബ്ദത്തിന്റെ വേഗതയേക്കാൾ 2 മടങ്ങ് വേഗതയിൽ പോകുമെന്ന് ചിന്തിക്കുക. ഇതിനെ നമുക്ക് F-22 റാപ്റ്റർ ഉദാഹരണമായി എടുക്കാം. അപ്പോൾ അതിന്റെ ആഫ്റ്റർ ബേണേഴ്സ് ഉപയോഗിക്കുമ്പോൾ ഈ 200 കിലോമീറ്റർ മിസൈൽ ക്രോസ് ചെയ്ത് വരുന്നതിനുള്ളിൽ തന്നെ ഈ വിമാനം 100 കിലോമീറ്റർ ഓൾട്ടർ ചെയ്ത് പുറത്തേക്ക് പോകും. അങ്ങനെ മിസൈലിന് അതിന്റെ ഫ്യൂവൽ തീരുകയും താഴെ വീഴുകയും ചെയ്യും. ഇതാണ് എസ്കേപ്പ് സോൺ. എന്നാൽ നോ എസ്കേപ്പ് സോൺ, അകത്തേക്ക് വരുന്ന മിസൈൽ ഹൈപ്പർസോണിക് സ്പീഡിൽ വരികയാണ്. മാത്രവുമല്ല, ഒരു സ്റ്റെൽത്ത് മിസൈൽ അകത്തേക്ക് വരികയാണെങ്കിൽ ശത്രുക്കളുടെ എയർക്രാഫ്റ്റിനെ കൊണ്ട്, അത് പേവാക്സ് ആയിക്കോട്ടെ മറ്റേതെങ്കിലും റഡാർ പ്ലാറ്റ്ഫോംസിനെ കൊണ്ട് ഈ ഒരു മിസൈൽ അകത്തേക്ക് വരുന്നത് കണ്ടുപിടിക്കാൻ കഴിയില്ല. ഉദാഹരണത്തിന്, നിങ്ങളുടെ വിമാനം മണിക്കൂറിന് 1000 കിലോമീറ്റർ വേഗതയിൽ പോവുകയാണ്. 150 കിലോമീറ്റർ ദൂരത്തിൽ നിന്നും ഈ ഒരു മിസൈൽ വന്നുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ വരുന്ന ഈ ഒരു മിസൈൽ 3000 കിലോമീറ്റർ വേഗതയിലാണ് വരുന്നത്. ഇപ്പോൾ നിങ്ങൾ എത്ര തന്നെ അവിടെ നിന്ന് ഓടി രക്ഷപ്പെടണമെന്ന് ചിന്തിച്ചാലും നിങ്ങൾ ആ സോൺ കടക്കുന്നതിനുള്ളിൽ തന്നെ ഈ മിസൈൽ വന്ന് നിങ്ങളെ വിരട്ടി ഓടിച്ച് പിടിക്കും. ഇതിനെയാണ് നോ എസ്കേപ്പ് സോൺ എന്ന് പറയുന്നത്. അപ്പോൾ ആ മിസൈലിന്റെ പക്കൽ നിന്നും നിങ്ങൾക്കൊണ്ട് രക്ഷപ്പെടാനേ സാധിക്കുകയില്ല.
അങ്ങനെ നോക്കിയാൽ ഈ 1000 കിലോമീറ്റർ റേഞ്ചുള്ള ഹൈപ്പർസോണിക് എയർ ടു എയർ മിസൈലിന്റെ ആ നോ എസ്കേപ്പ് സോൺ എന്നത് പല 100 കിലോമീറ്റർ അധികമാണ്. അപ്പോൾ ഒൺസ് അത് ലോഞ്ച് ആയാൽ അതിന്റെ കിൽ പ്രോബബിലിറ്റി എന്നത് 95% അധികമാകാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പോൾ ഭാവിയിലുള്ള വാർഫെയറിൽ റീഫ്യൂവലേഴ്സ് ടാങ്കേഴ്സ് ആയിക്കോട്ടെ, ഇനി ബോംബർ വിമാനങ്ങളായിക്കോട്ടെ, ഏവാക്സ്, ഇവയെല്ലാം തന്നെ ഈ ത്രെഡിനുള്ളിലേക്ക് വരും. അത്തരമൊരു മിസൈൽ ഇപ്പോൾ ചൈന നിർമ്മിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു ടെക്നോളജി മറ്റാരുടെ പക്കലും ഇല്ല. ലോങ് റേഞ്ച് മിസൈൽസ് നോക്കിയാൽ 400 കിലോമീറ്റർ. എന്നാൽ ചൈനയുടെ അറിയിപ്പ് അങ്ങനെ അത്ര പെട്ടെന്ന് വിശ്വസിക്കാനും കഴിയില്ല. ഇതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് പുറത്തൊന്നും അറിയില്ല. പ്രോജക്റ്റ് പോയിക്കൊണ്ടിരിക്കുന്നതായി പറഞ്ഞിട്ടുണ്ട്. എന്നാൽ ഇങ്ങനൊരു മിസൈൽ അവർ നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളത് മാത്രം നമുക്ക് മനസ്സിലാക്കാം. ഭാവിയിലുള്ള വാർഫെയറിനെ തന്നെ മാറ്റാനുള്ള കപ്പാസിറ്റി ഈ ഒരു മിസൈലിനുണ്ട്. ഈ ഒരു വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം കമന്റിൽ പറയുക. കൂടുതൽ അപ്ഡേറ്റ്സിനായി വോയിസ് ഓഫ് വിക്കി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.